ശ്രീമദ് ഭാഗവതം ക്ലാസ് 227. നമ്മൾ സ്കന്ധം 10 ആദ്യ ഭാഗത്തിലെ 25-ാമത്തെ അധ്യായമായിട്ട് നോക്കുന്നത് കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കുന്നതാണ്. കഥ നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് നേരിട്ടങ്ങ് കടന്നിട്ട് ഓരോന്നിനും വിശകലനം ചെയ്യാം. ഒന്നിൽ ശ്രീ ശുകൻ പറയുകയാണ്, തനിക്കുള്ള പൂജ കൃഷ്ണൻ മുടക്കിയതിനാൽ അതറിഞ്ഞ ദേവേന്ദ്രനെ ഒന്നും പൂജിക്കേണ്ട എന്നല്ലേ നേരത്തെ സ്ഥാപിച്ചത്. അങ്ങനെയായി പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതറിഞ്ഞ ഈ ദേവേന്ദ്രൻ എന്തുണ്ടാവും? ശ്രീകൃഷ്ണ രക്ഷിതാവായ ശ്രീകൃഷ്ണൻ്റെ രക്ഷിക്കുന്ന നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരും ശ്രീകൃഷ്ണൻ്റെ സംരക്ഷണയിലാണ് അവർ നിൽക്കുന്നത്. അവരോടെല്ലാമാണ് ഇന്ദ്രന് വലിയ ദേഷ്യമുണ്ടായത്. കാരണം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഈ വേല ചെയ്തിരിക്കുന്നത്. അവരെ ഉപദേശിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരോടാണ് ദേഷ്യം, നന്ദഗോപരോടും ബാക്കിയുള്ള ഗോപന്മാരോടും എല്ലാം. അതുകൊണ്ട് വലിയ കോപിഷ്ഠു. എന്നിട്ട് 2 താൻ തന്നെയാണ് സർവേശ്വരൻ എന്ന് അഭിമാനിച്ച ദേവരാജൻ, ദേവന്മാരുടെ രാജാവാണ്. അപ്പം എല്ലാറ്റിൻ്റെയും തലവൻ ദേവേന്ദ്രനാണ്. വേദത്തിലെ ഏറ്റവും വലിയ ദേവൻ ദേവേന്ദ്രനാണ്. കാരണം നമ്മുടെ എല്ലാ യജ്ഞങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു മേസ്ത്രിയാണല്ലോ എല്ലാ വീടും കെട്ടുക. അതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടി മുതൽ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. പ്രപഞ്ചം ഉണ്ടാകുന്ന മുതൽ തന്നെ. അപ്പം ഇന്ദ്രന് അഹങ്കാരം വരും. എന്ത്? ഞാനാണ് സർവേശ്വരൻ. കാരണം ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് പങ്കെടുക്കുന്ന, ഇപ്പോൾ ഒരൊറ്റ മേസ്ത്രിയാണ് ലോകത്തിലുള്ള എല്ലാ കെട്ടിടങ്ങളും കെട്ടുന്നതെന്ന് വെച്ചോ. അപ്പം അങ്ങനെയൊക്കെ അഹങ്കാരമുണ്ട്. ഈ കെട്ടിടങ്ങളെല്ലാം ലോകത്തിലെല്ലാം സൃഷ്ടിക്കുന്ന ഞാനാണ് അപ്പം ഏറ്റവും വലിയ. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച മേസ്ത്രീനെ മാതിരി കാണണം. പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ എന്ത് തോന്നും? ആ പവർ കിട്ടുമ്പോൾ ഞാനാണ് സർവേശ്വരൻ. ഇതിൽ നിന്നും അതിൻ്റെ കീഴിലാണ് മറ്റുള്ള ദേവതകൾ, അഗ്നിയായാലും എല്ലാം ഇന്ദ്രൻ്റെ കീഴിലാണ്. ഇപ്പം വിഷ്ണു പോലും ഇന്ദ്രൻ്റെ ഒരു സഹായി എന്ന നിലയിൽ, ഫ്രണ്ട് എന്ന നിലയിലാണ് വേദം വിഷ്ണുവിനെ കാണുന്നത്. കാരണം വിഷ്ണുവല്ല നേരിട്ട് ഇടപെടുന്നത്, എല്ലാം ഇന്ദ്രനാണ്. പക്ഷേ ആ ഇന്ദ്രൻ പോലും എന്തല്ല, ഈശ്വരനല്ല, അഭിമാനിയാണ്. നമ്മളെപ്പോലെ തന്നെ ഞാനെന്ന അഹങ്കാരമുള്ളവനാണ്. നമ്മളെപ്പോലെ തന്നെയാണ് ഇവരെല്ലാം. പക്ഷേ ഓരോ ജോലി ഓരോ ആൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിന് കാര്യം വേറൊന്നും ഇല്ല. പക്ഷേ അങ്ങനെയുള്ള ഇന്ദ്രൻ എന്ത് തോന്നി? സർവേശ്വരൻ എന്ന് അഭിമാനിച്ച ദേവേന്ദ്രൻ വിനാശകാരിയായ മേഘങ്ങളെ വിളിച്ചിട്ട് അവയെ മേഘങ്ങളുടെ സംഘത്തെ വിളിച്ചു. എല്ലാ മേഘങ്ങളെയും വിളിച്ചിട്ട് അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ആജ്ഞാപിച്ചു, കൽപ്പിച്ചു. കാരണം മഴ പെയ്യ്ക്കുന്നതെല്ലാം ഇന്ദ്രനാണ്. 3 കാടന്മാരായ ഗോപന്മാർക്കുള്ള ധനഗർവിൻ്റെ മൂപ്പ് നോക്കുക. കാടന്മാരായ ഗോപന്മാരെവിടെയാണ് താമസിക്കുന്നത്? കാട്ടിലാണ്. അപ്പം കൃഷ്ണൻ ആരെ രക്ഷിക്കാനാണ് വന്നത്? ഏറ്റവും അധികം പീഡന അനുഭവിക്കുന്ന, കംസന്റെ ഭരണത്തിൽ ഏറ്റവും അധികം ഭരണാധികാരികൾ ദുഷിച്ചിട്ട് ഏറ്റവും താഴെ കിടക്കുന്ന ജനങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രയാസമുണ്ടാവുക. അവരെ രക്ഷിക്കാനാണ് കാലം കൃഷ്ണനായിട്ട് ഇവരുടെ ഇടയിൽ ഏതെങ്കിലും രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. കൃഷ്ണനായിട്ട് ഇവരെ കഥയിൽ കൃഷ്ണൻ എന്ന് പറയും. അവരെയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും. കാരണം അത് മനുഷ്യരൂപത്തിലേ ഏകോപിപ്പിക്കാൻ പറ്റുള്ളൂ. മനുഷ്യരെ ഏകോപിപ്പിക്കുന്ന ആരാണ്? മനുഷ്യന്മാരുടെ രൂപത്തിലുള്ളവരായിരിക്കും. അല്ലാതെ പട്ടിക്കും പൂച്ചക്കും വന്ന് നമ്മളെ ഏകോപിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. മനുഷ്യരാണ് ഏകോപിപ്പിക്കുക.
അപ്പം അതിനെ പറ്റിയ ആൾക്കാർ വരും. എല്ലാം കൃഷ്ണനാണ്. അങ്ങനെ വരുന്ന ആളും കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണനല്ല, ശ്രീഹരി എന്ന് തന്നെ പറയണം. കൃഷ്ണൻ എന്നൊന്നും പറഞ്ഞേക്കെ, ശ്രീഹരി തന്നെ. ആ വരുന്ന ആളും ശ്രീഹരി തന്നെയാണ്. ആ അർത്ഥത്തിലെടുക്കണം. അപ്പോൾ കാടന്മാരായ ഗോപന്മാർ ഇവരെല്ലാം ഏറ്റവും താഴെ നിൽക്കുന്ന, അതിനാണ് ഈശ്വരൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്ദ്രന് അഹങ്കാരമാണ്. ഇതെല്ലാം കാടന്മാരായ ഗോപന്മാരാണ്. ധനഗർവിനാൽ മൂപ്പ് നോക്കുക. കുറച്ചിപ്പോൾ അവർക്ക് ഐശ്വര്യം വന്നിട്ടുണ്ട്. കൃഷ്ണൻ വന്നപ്പോൾ എന്തിനൊരു സഹായമുണ്ട്, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാമെന്നുള്ളൊരു വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പം ധനഗർവുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്നാണ് പറയുന്നത്. ഇവർ വെറും മനുഷ്യരായ കൃഷ്ണനെ ആശ്രയിച്ച്, ഇത് കൃഷ്ണൻ വെറും മനുഷ്യരാണ്, മനുഷ്യരൂപത്തിലാണുള്ളത്. ദേവനായ എന്നോട് ധിക്കാരം പ്രവർത്തിക്കുക. ഞാനാണെങ്കിൽ ദേവനാണ്, ദേവന്മാരുടെ രാജാവാണ്, എന്നോട് ധിക്കാരം പ്രവർത്തിക്കുകയാണ്. 4:5 ആത്മബോധവിദ്യയെ പരിത്യജിച്ച് യഥാർത്ഥ ജ്ഞാനം, ആത്മജ്ഞാനം എല്ലാം എനിക്കാണ് അറിയുക. ഇദ്ദേഹത്തിനൊരു യുഗം ആത്മാവിനെ പറ്റി അറിയില്ല. അങ്ങനെ ഒരു ഈശ്വരനുള്ളത് ആർക്കറിയില്ല? ഇന്ദ്രന് പോലും അറിയില്ല. അല്പമെങ്കിലും അറിയാനുള്ള യോഗ്യതയുള്ള ഇന്ദ്രനാണെന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്കും ഈശ്വരനെ അറിയില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ആത്മബോധമുള്ള ബോധവിദ്യയെ പരിത്യജിച്ചിട്ട് പേരിന് മാത്രം സംസാര സാഗരത്തെ മറികടക്കുന്ന കപ്പലിന് സമാനമായ യാഗങ്ങളാൽ ഈ സംസാര സാഗരത്തെ, ഈ ലോകത്തിലുള്ള എല്ലാവരുടെ പ്രശ്നങ്ങളെയും, ഈ ഗോപന്മാരുടെ എല്ലാം മരിക്കുന്നവരെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഒരു കപ്പലാകുന്ന യാഗത്താൽ, കൃഷ്ണൻ എന്തല്ലോ ചെറിയ ലൊട്ടുലൊടുക്ക് വേലകൾ കാണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ ജീവിതം മുഴുവൻ അങ്ങ് രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുന്നത്. ഈ സംസാര സാഗരത്തെ മറികടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ചെറിയ ലൊട്ടിലൊടുക്ക് വേല എന്തല്ലോ ഈ കൃഷ്ണൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആ ഒരു കപ്പൽ കൊണ്ട് ഈ സംസാര സാഗരത്തെ മറികടക്കാമെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് മണ്ടത്തരമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തെല്ലോ ചില യാഗങ്ങൾ, പ്രവർത്തികളെല്ലാം ചെയ്തിട്ട് ഇവന്മാരെ കയ്യിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കപ്പൽ കൊണ്ട് ഈ പ്രപഞ്ച ജീവിതമാകുന്ന സംസാരത്തെ മറികടക്കാമെന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതിന് ശ്രമിക്കുന്ന മണ്ടത്തരാണെന്നാണ് പറയുന്നത്. വായാളിയും ബാലകനും തെമ്മാടിയും അറിവുകെട്ടവനും അറിവുള്ളവനെന്ന് അഭിമാനിക്കുന്നതുമായ കേവല മനുഷ്യനായ കൃഷ്ണനെ അവർ ആരാധിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനുള്ള കഴിവ് കണ്ടിട്ട് ഈ വായാടിയായ ഇദ്ദേഹത്തിന് വാചകടിക്കാൻ നല്ല കഴിവുണ്ടല്ലോ, തെമ്മാടിയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ദ്രൻ്റെ പെരടിക്ക് കയറിയത്. ഇതെന്താണ്? അറിവ് കെട്ടവനാണ്, പക്ഷെ അറിവുണ്ട് എന്നാണ് ധരിച്ച് നടക്കുന്നത്. എന്നിട്ട് അവരെയാണ്, അങ്ങനെയുള്ള ഈ കൃഷ്ണനെയാണ് ഇവർ ആരാധിച്ച ഗോപന്മാർ അവർ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്താണ്? എനിക്കെതിരെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ദേവന്മാരുടെ രാജാവായ ഞാൻ, ആ അധികാര കസേലയിൽ ഇരിക്കുന്ന ഞാൻ, രാജാവെന്ന ആ കസേലയിൽ ഇരിക്കുന്ന ഞാൻ. 6 ഐശ്വര്യത്താൽ അഹങ്കരിക്കുന്ന കൃഷ്ണൻ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഗോപന്മാരുടെ ഐശ്വര്യത്താൽ അഹങ്കരിക്കുന്ന കൃഷ്ണൻ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഗോപന്മാരുടെ ഐശ്വര്യത്തെ കൃഷ്ണൻ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ ആ ഒരു കൂട്ടുകൊണ്ടാണ് ഇവർക്ക് കുറേ ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഐശ്വര്യത്താൽ അഹങ്കരിക്കുകയാണ് ഇവർ. കൃഷ്ണൻ്റെ പ്രോത്സാഹനത്താലാണ്. കൃഷ്ണൻ്റെ പ്രോത്സാഹനമെല്ലാം കൂടിയപ്പോൾ ഇവർക്ക് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളൊരു വിശ്വാസം വന്നു. ഐശ്വര്യമുണ്ടായതായിട്ട് തോന്നലുണ്ടായി. അതുകൊണ്ട് അവരുടെ ഐശ്വര്യത്തെ മുഴുവൻ പോയി കെടുത്തുവിൻ. അവർക്ക് എന്തെല്ലാം ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അങ്ങ് കെടുത്തിക്കളയും. കന്നുകാലികളെല്ലാം ഒടുക്കിക്കളയും. അവരുടെ ഐശ്വര്യത്തിന് കാരണം എന്താണ്?
ഈ ഗോക്കളെ പരിപാലിച്ചിട്ടാണ് ആ കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നത്. അന്നത്തെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഗോക്കളാണ്. അവർ ഗോക്കളെ മേയിച്ചിട്ടുകൊണ്ട് ആ തൊഴിൽ ചെയ്തുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഗോക്കളിലൂടെയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഗോക്കളെ മുഴുവൻ അങ്ങ് തട്ടിക്കളാം. ഇതിൻ്റെ 7 പറയാണ്, ഞാനും ഐരാവതം എന്ന ആനമേൽ കയറിയിട്ട്, ഇദ്ദേഹത്തിൻ്റെ വാഹനം ആനയാണ്. ഞാനും ഐരാവതം എന്ന ആനമേൽ കയറിയിട്ട് അതിശക്തിയായ കൊടുങ്കാറ്റായിട്ട് വരാം. എന്നിട്ട് ഗോകുലത്തെ എല്ലാം അങ്ങ് നശിപ്പിച്ചേക്കാം. ഞാൻ പിന്നാലെ വരുന്നുണ്ട്, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഞാനും പിന്നാലെ കൊടുങ്കാറ്റായിട്ട് ആനപ്പുറത്തേറിയിട്ട് വരുന്നുണ്ട്. 8 ശ്രീസുഖൻ ഇന്ദ്രനിപ്രകാരം ആജ്ഞാപിച്ചിട്ട് അവരെല്ലാം ആജ്ഞാപിച്ച് പറഞ്ഞു വിട്ടപ്പോൾ അവർ കെട്ടടിക്കപ്പെട്ട മേഘങ്ങൾ, ആ മേഘങ്ങളെല്ലാം കെട്ടടിച്ചു വിട്ടു. മഴ എന്ത് ചെയ്തു? ഗോകുലത്തെ കനത്ത വർഷത്താൽ ശക്തിയോടെ ഉപദ്രവിച്ചു. ഭയങ്കര മഴയുണ്ടായി. ഗോകുലത്തിൽ ആൾക്കാർക്കെല്ലാം വലിയ ശല്യമായി തീർന്നു. എങ്ങനെയുള്ള മഴ? മിന്നൽ പിണറുകളും ഇടിനാദങ്ങളോടും അത്യുഗ്രമായ കൊടുങ്കാറ്റോടും കൂടിയാണ് അടിച്ചത്. മേഘങ്ങളെല്ലാം അങ്ങനെ കണ്ടമാനം വർഷിക്കാൻ തുടങ്ങി. എന്നിട്ട് 10 പറയാണ്, തൂണോളം വലുപ്പമുള്ള മഴത്തുള്ളികളാണ്, മഴയാണ് പെയ്തത്. മറ്റേ മഴ ഇങ്ങനെ നേർത്ത് നടക്കുക, ഇത് നല്ല തൂണുമാരിയുള്ള വെള്ളമാണ് ചൊരിഞ്ഞത്. ഭൂമി ജലപ്രവാഹത്തിൽ താണുപോയി. ഭൂമിയെല്ലാം വെള്ളത്തിലങ്ങ് താണുപോയി. താണതും ഉയർന്നതുമായ സ്ഥലങ്ങളെല്ലാം നിരപ്പായി. താണു കിടക്കുന്നതും ഉയർന്നു കിടക്കുന്ന സ്ഥലം നിരപ്പാവുക എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് വെള്ളം കൊണ്ട് മൂടി ഒരൊറ്റ ലെവലായി. ഇത് താണി ഉയർന്ന സ്ഥലങ്ങളൊന്നും കാണാതായി. 11 പശുക്കളും ഗോപന്മാരെല്ലാം ഘോരവൃഷ്ടിയാലും കൊടുങ്കാറ്റിനാലും തണുപ്പിനാലും പീഡിതരായി. അവരെല്ലാം കഷ്ടപ്പെടാൻ തുടങ്ങി. വിറയൽ പോണ്ട ഗോപന്മാർ ആരെ ശരണം പ്രാപിച്ചു? കൃഷ്ണനെ ശരണം പ്രാപിച്ചു. അവർ തലയും മക്കളെയെല്ലാം ശരീരം കൊണ്ട് മറച്ചു പിടിച്ചു. നമ്മൾ മഴ പെയ്യുമ്പോൾ തയ്യ കൈന്നത്രയെല്ലാം പൊക്കിപ്പിടിക്കും. എന്തെല്ലാം മൂടാൻ പറ്റുമോ കുട്ടികളെയെല്ലാം അതുപോലെ ശരീരം കൊണ്ട് മറക്കി പിടിച്ചു. എന്നിട്ട് അവരെ വിളിക്കാൻ തുടങ്ങി കൃഷ്ണനെ. ഹേ കൃഷ്ണ, സൗഭാഗ്യസമ്പന്ന, ഹേ സർവശക്ത, ഭക്തന്മാരായ ഞങ്ങളെയും പശുക്കളെയും രക്ഷിച്ചാലും. അതുകൊണ്ട് അവർ വിളിച്ചിട്ട് എന്താ പറഞ്ഞ? നമ്മളെയും പശുക്കളെയും രക്ഷിച്ചാലും. ഈ ദുരിതത്തെ കണ്ട് സർവജ്ഞനായ കൃഷ്ണന് ഇന്ദ്രകോപമാണെന്ന് മുൻകൂട്ടി അറിഞ്ഞു. കൃഷ്ണന് മനസ്സിലായി ഇന്ദ്രൻ ആ യാഗം മുടക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് ചെയ്യുകയാണ്. മുൻകൂട്ടി അറിഞ്ഞു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം ചെയ്യിക്കുന്നത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമാണ്. ആ ശ്രീഹരിയുടെ പ്ലാൻ അനുസരിച്ചാണ് ഇതെല്ലാം പോകുക. അപ്പം ഇന്ദ്രൻ ചെയ്യുന്നത് ശ്രീഹരി എന്താണോ തീരുമാനിച്ചത് അതുമാതിരി തന്നെയാണ്. അതുകൊണ്ട് ശ്രീഹരിക്ക് അറിയാതെ കൃഷ്ണൻ അറിയാതെ കാര്യമില്ലല്ലോ. മുൻകൂട്ടി അറിയുന്നതിന് ഇങ്ങനെയെല്ലാം സംഭവിക്കും. ഇതിൻ്റെ 15 അകാലത്തിലുള്ള ഈ ഭയങ്കരമായ മഴയും കൊടുങ്കാറ്റും അദ്ദേഹത്തിനുള്ള യാഗത്തെ നമ്മൾ മുടക്കുക കൊണ്ടുണ്ടായതാണ്. ഇവരോട് പറഞ്ഞു, നമ്മൾ അദ്ദേഹത്തിൻ്റെ യാഗത്തെ മുടക്കിയല്ലോ, അദ്ദേഹത്തിനെ പൂജിക്കുന്ന വേണ്ടാന്ന് വെച്ചല്ലോ, അതുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് ചെയ്യുന്നതാണ്, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വർഷിച്ചതാണ്. ഇനി 16 അതിനുള്ള പ്രതിവിധിയും ഞാൻ ചെയ്തോളാം. നിങ്ങൾ പേടിക്കുന്നുണ്ട്, അതിന് വേണ്ട പ്രതിവിധിയും ഞാൻ ചെയ്തോളാം. വേണ്ട പ്രകാരത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. മൂഢതയാൽ ലോകപാലകരാണെന്ന് അഭിമാനിക്കുന്ന ഐശ്വര്യമതമുള്ള തമോവൃത്തി, അവരുടെ ഈ തമോവൃത്തി അവരെ നശിപ്പിക്കും. അതായത് ലോകമൂഢതയാൽ, മനുഷ്യർ മൂഢതയാൽ
ഏറ്റവും ഉയർന്ന കസേരയിൽ ഇരിക്കുമ്പോൾ ലോകപാലകനല്ല ഈ ജനങ്ങളെല്ലാം പാലിക്കുന്നത് താനാണെന്ന ഒരു അഹങ്കാരം മനുഷ്യരുണ്ടാകും. ഐശ്വര്യം കൂടി ഉണ്ടായാൽ അവരിൽ അഹങ്കാരം ഉണ്ടാകുന്ന അഹങ്കാരത്തിൻ്റെ ഒരു ഗുണമാണ്, അങ്ങനെ അഹങ്കരിക്കുന്ന ഗുണമാണ് തമോ ഗുണം. ഞാൻ എന്തെല്ലോ ആണ് എന്ന് വിചാരിക്കും. അത് ഞാൻ ഈശ്വരനാണെന്നല്ലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനാണ് സർവേശ്വരൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ. ആ തമോ ഗുണം അവരെ നശിപ്പിക്കും, സംശയമൊന്നും ഇല്ല എന്ന് കൃഷ്ണൻ പറയുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നത്. സത്വഗുണമുള്ള ദേവന്മാർക്ക്, യഥാർത്ഥത്തിൽ ദേവന്മാർ നല്ല ആൾക്കാർക്കുണ്ടാകുന്നത് സത്വഗുണമാണ്. ശാന്തമായത്, മനസ്സ് കാമാക്കി വെക്കുക. ഏത് പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും ശാന്തമായ മനസ്സോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക, അഹങ്കാരം തലക്ക് പിടിക്കാതിരിക്കുക. അപ്പം സത്വഗുണമുള്ള, അതാണ് അവരെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. തങ്ങൾ ഈശ്വരന്മാരാണെന്നുള്ള ദുരഹങ്കാരം ചേർന്നതല്ല. അവരൊരിക്കലും ഈശ്വരനാണെന്ന് ചിന്തിച്ചുകൂടാ. ദേവന്മാർ ഒരിക്കലും ഈശ്വരനാണെന്ന് ചിന്തിച്ചുകൂടാ. അപ്പം ദേവന്മാര് ഈശ്വരനല്ല. നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ദേവന്മാരൊന്നും ഈശ്വരനല്ല. ഈശ്വരൻ എന്ന ഏകമായ നിർഗുണമായ ബ്രഹ്മമാണ്. ബ്രഹ്മത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ഒരു ക്ഷേത്രത്തിലും ബ്രഹ്മത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടും അവസാനം അവിടെ ശിവനെയാണ് ബ്രഹ്മമായിട്ട് കാണാൻ ശ്രമിക്കുന്നത് സാധാരണക്കാർ. ബ്രഹ്മം നിർഗുണമാണ്, അതിന് രൂപവും ഭാവമൊന്നുമില്ല. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ദേവന്മാർ ഒന്നും തന്നെ, ദേവതകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേവന്മാരെന്ന് പറയുന്നത് ഒന്നും ഈശ്വരനല്ല. അങ്ങനെയുള്ള അഹങ്കാരം അവർക്ക് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും അങ്ങനെയുള്ള ദേവന്മാരെ ആരാധിക്കുന്നതിൽ അർത്ഥമില്ല, വെറുതെ സമയം വേസ്റ്റാണ്. സത്വഗുണമുള്ള ദേവന്മാർക്ക് ഞങ്ങൾ ഈശ്വരന്മാരാണെന്ന ദുരഹങ്കാരം പാടില്ല. ആകയാൽ അസത്തുക്കളായ അവർക്ക്, അവരെല്ലാം അസത്തുക്കളാണ്, എന്നിൽ നിന്നുണ്ടാകുന്ന അഭിമാനക്ഷതം, ഞാൻ അവരുടെ അഭിമാനത്തെ നശിപ്പിക്കും, ആ അഹങ്കാരത്തെ നശിപ്പിക്കും. അതോടുകൂടി അവരുടെ ഗർവവും ശമിക്കുന്നതാണ്. അതുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ ശരണമായുള്ള, ഞാൻ ശരണം നൽകിയിരിക്കുന്നത് ഈ ഗോകുലവാസികൾക്കാണ്. ഞാൻ നാഥനായുള്ള, നിങ്ങളുടെ നാഥൻ. അപ്പം ഈശ്വരൻ ആരുടെ നാഥനാണ്? പാവപ്പെട്ട സാധാരണക്കാരുടെ, ജനങ്ങളുടെ നാഥനാണ്. അവരെ രക്ഷിക്കാനാണ് അവതാരങ്ങൾ എടുക്കുന്നത്. ആരിൽ നിന്നും? ഇതേമാതിരി അധികാരബ്രഹ്മം മൂത്ത് അധികാരസ്ഥാനത്ത് മുകളിലിരിക്കുന്ന ദുർഭരണാധികാരികളുടെ, അവരിൽ നിന്നും രക്ഷിക്കാനാണ് ഈശ്വരൻ വരുന്നത്. കാരണം ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കാനാണ് ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. അല്ലാതെ ഈശ്വരന് ഒരാളുടെ കാര്യങ്ങൾ വന്ന് സോൾവ് ചെയ്യലല്ല ഈശ്വരൻ്റെ പരിപാടി. എന്ത് പഠിക്കുമ്പോൾ ഈശ്വരനോട് ചോദിക്കുമെന്ന് പറയുന്ന മാതിരിയാണത്. ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടക്കാൻ വേണ്ടിയാണ് ആ കസേര ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പം ജനങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ പറയുക, സാധിപ്പിച്ചോളൂ. ഇത് ചെയ്യാതെ ഈ സിസ്റ്റം ഉണ്ടാക്കി ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇതാണോ പണി? അപ്പം അവർ ചെയ്യുന്നില്ല എങ്കിൽ കാലാകാലങ്ങളിൽ ഞാൻ വന്നിട്ട് അവന്മാരെ തട്ടിയിട്ട് നല്ല ആളെ പിടിച്ചിരുത്തും. അങ്ങനെയാണ് ഈ സിസ്റ്റം മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലാതെ ഈശ്വരൻ എല്ലെങ്കിലും വരുന്നുമില്ല. ഇതെല്ലാം ദേവതകളാണ്, ബാക്കിയുള്ള എല്ലാം ദേവതകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരണമായുള്ള, ഞാൻ നായകനായുള്ള, എൻ്റെ സംരക്ഷണയിലുള്ള ഗോകുലത്തെ എൻ്റെ പ്രഭാവം രക്ഷിക്കും. ഇങ്ങനെ ആത്മകഥം പറഞ്ഞ ശേഷം 19
അനായാസേന ഒരു കൈകൊണ്ട് ഗോവർദ്ധനത്തെ പർവ്വതത്തെ പിഴുതെടുത്ത് ഒരു കുട്ടി കൂൺ പൊട്ടിച്ച് ഉയർത്തുന്നത് പോലെ പിടിച്ചുയർത്തി. അപ്പം പർവ്വതത്തെ പിടിച്ചുയർത്തി. ഇനി 20 അനന്തരം പറഞ്ഞു, അച്ഛാ അമ്മേ ഗോപവാസികളെ, നിങ്ങൾ പശുക്കളോടുകൂടി ഈ പർവ്വതത്തിൻ്റെ വിടവിലേക്ക് കയറിയിരിക്കുക. കൈകൊണ്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഈ വരുന്ന വിടവിലേക്ക് നിങ്ങൾ കയറിയിരിക്കുക. ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടുമ്മ പോയാൽ ഇങ്ങനെ തൂണ് കാട്ടിയിട്ടുണ്ടാവും. തൂണുമ്മൽ വലിയ സ്ലാബ് ഉയർത്തിയിട്ടുണ്ടാവും. നമ്മൾ മഴ വരുമ്പോൾ ഇതിനകത്ത് കൃഷ്ണൻ പിടിച്ച് ഉയർത്തി വെച്ചതാണ്. ഈ തൂണ് എന്താണ്? കൃഷ്ണനാണ്. എല്ലാം കൃഷ്ണനാണ്. അപ്പം മഴ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തൂണ് നാട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ കോൺക്രീറ്റ്. ഈ കോൺക്രീറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പാറ പൊടിച്ചതാണ്. ഈ മലകൾ പൊളിച്ച് തന്നെയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉടലെടുത്തത്. ഏത് കാലഘട്ടത്തില്? കൊളോണിയലിസത്തിന്റെ ആ കാലഘട്ടത്തിൽ അവസാനത്തിലാണ് നാട്ടില് പാറകൾ മുഴുവൻ മല പൊളിച്ചിട്ടാണ് ഉയർത്തി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ തൂണ് പോലെ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്, കൂണ് പോലെ. ഇന്ന് മലകളാണ് നമ്മളിത് ഈ കെട്ടിടത്തിന്റെ മുകളിലുള്ളത്. മല തന്നെയാണ് പൊടിച്ചിട്ട് ഉയർത്തി വെച്ചിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അതാണ് കവിഭാവന. നമ്മളിത് ഏറ്റവും ഇന്ദ്രൻ അവിടെ കിടന്ന് എന്ത് മഴ പെയ്ച്ചാലും നമുക്കൊരു കൂസലുമില്ല. കാരണം നമ്മൾ ഗോവർദ്ധന പർവ്വതമല്ല ഉള്ള, സമ്മതിക്കാത്ത പ്രശ്നമേ ഉള്ളൂ. ഗവൺമെന്റിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെയായിരിക്കും. ഈ നാട്ടിൽ എവിടെയെല്ലാം കുന്നുകളും പാറകളും ഉണ്ടോ, പർവ്വതങ്ങളുണ്ടോ, ഗോവർദ്ധന പർവ്വതമുണ്ടോ, അതെല്ലാം ഇടിച്ച് പൊളിച്ചിട്ടിങ്ങനെ പൊക്കി വെക്കുകയാണ്. എത്ര തരത്തിലാണ് പൊക്കി വെക്കുന്നത്? ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാറ്റ്, കൊടുങ്കാറ്റെല്ലാം അതിൻ്റെ അപ്പുറത്ത് ഇന്ദ്രൻ അവിടെ കിടന്ന് കളിച്ചാലും ഒരു ചുക്കും സംഭവിക്കില്ല. ഇന്ദ്രൻ മഴ പെയ്പ്പിച്ചിട്ട് തോറ്റിട്ട് അവസാനം പിന്തിരിഞ്ഞോടും. കൊടുങ്കാറ്റ ഇങ്ങോട്ട് വരട്ടെ. എന്ത് കൊടുങ്കാറ്റ്! പണ്ടത്തേതായിരുന്നെങ്കിൽ ഓലൻ്റെ മേൽക്കൂരയെല്ലാം അങ്ങ് പാറിപ്പോകുമായിരുന്നു, ഷീറ്റെല്ലാം ആണെങ്കിൽ. പക്ഷെ ഈ കോൺക്രീറ്റ് അടിച്ചു കഴിഞ്ഞാൽ കാറ്റെല്ലാം അവിടെ കിടന്ന് കളിക്കുകയുള്ളൂ. ഇതാരാണ് പൊക്കി പിടിച്ചിരിക്കുന്നത്? കൃഷ്ണൻ. ഏത് കാലഘട്ടത്തിൽ? കൊളോണിയലിസം കഴിയുന്ന കാലഘട്ടത്തിലാണ്. അതാണ് രാമന്റെ കാലഘട്ടത്തിലാണ് വിമാനം ഇറങ്ങിയത്. അത് വിദേശികളാണ്. രാവണന്റെ കൈമിലാണ് ഉണ്ടായിരുന്നത്. ഹനുമാനിന്റെ പ്രത്യേകതയാണ് എല്ലാം പൊക്കാനുള്ള കഴിവ്, വായു. ആ കാലഘട്ടത്തിലാണ് വാഹനങ്ങൾ വന്നത്. എല്ലാം ടയറുമ്മ കയറ്റിട്ട് വായു നിറഞ്ഞിട്ടാണ്. അതും മല തന്നെയാണ് ചുമന്നു കൊണ്ടുപോകുന്നത്. ഹനുമാൻ മലയാണ് ചുമന്നത്. ഏത്? പാറ. ഈ മല തന്നെ. ഈ മല പോലെയുള്ള സാധനങ്ങൾ തന്നെയാണ് ടയറുമ്മല് കാറ്റിൽ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. റോക്കറ്റ് കയറിയിട്ട് പോകുന്നതും എല്ലാം ഈ ഹനുമാനാണ്. മൂട്ടിന് തീ കൊടുക്കുമ്പോഴാണ് ഹനുമാന്റെ ശക്തി കൂടുക. ഹനുമാന്റെ ബലം എന്ന് പറഞ്ഞാൽ മൂട്ടിലാണ്. വാലിന് തീ കൊടുക്കുമ്പോൾ അങ്ങ് പൊങ്ങിപ്പോവും. റോക്കറ്റായാലും വിമാനമായാലും മൂട്ടിന് തീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേദവ്യാസന്റെ ആ ഭാവന ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഇവിടെ ജനങ്ങളെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നദികളെ ശുദ്ധീകരിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞതിൽ. ഇവിടെ എന്താ ചെയ്യുന്നത്? പർവ്വതത്തെ എടുത്ത് പൊക്കിയാണ്. ഇന്ദ്രൻ അവിടെ കിടന്നിട്ട് എന്ത് ഇടി പൊട്ടിക്കഴിഞ്ഞാൽ അകത്തറിയ പോലുമില്ല. ഇതെല്ലാം കൃഷ്ണനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എൻ്റെ 21 പറയാം, എൻ്റെ കയ്യിൽ നിന്നും പർവ്വതം വീണു പോകുമെന്നൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എൻ്റെ കൈ, ഇത് കൈയാണ്. നമ്മൾ നോക്കിക്കോ, റോഡുമ്മലെല്ലാം ഫ്ലൈ ഓവറെല്ലാം ഉണ്ടാക്കുമ്പോൾ 2 കൈ ഇങ്ങനെയുണ്ട്. അതിൻ്റെ മേലോട്ട് എത്ര വലിയ കോൺക്രീറ്റ് പാലങ്ങളാണ് കെട്ടിയിട്ടുണ്ടായത്. 2 കൈ ഉണ്ടാവും.
കോൺക്രീറ്റ് മൈതാനത്തോട്ട് എത്ര ആൾക്കാരാണ് യാത്ര ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കെ. നിങ്ങൾ ഭയക്കൊന്നും വേണ്ട, ഞാൻ ഈ കൈകൊണ്ട് പിടിച്ചോളും, ഇതൊന്നും പൊട്ടി വീഴുന്നു എന്നുള്ള ഒരു ശങ്കയും വേണ്ട. എൻ്റെ കയ്യിൽ നിന്നും പർവ്വതം വീണു പോകുമെന്നുള്ള ഭയമൊന്നും വേണ്ട. കാറ്റിനെയും മഴയെയും പേടിക്കണ്ട. കാറ്റിനും മഴയിനും ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. പേടിച്ചത് മതി. നിങ്ങൾക്ക് അവയിൽ നിന്നും ഞാൻ രക്ഷയേകിയിരിക്കുന്നു. ഇപ്പം നമ്മൾ രക്ഷപ്പെടുന്നത് എങ്ങനെ തന്നെയാണ്? കൃഷ്ണൻ അന്ന് കാണിച്ച വഴി ഉപയോഗിച്ചിട്ടാണ്. പർവ്വതം പൊടിച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. ഇന്ദ്രങ്ങൾ അവിടെ കിടന്നിട്ട് ഇടി മുടക്കുകയേ ചെയ്യുള്ളൂ. ഒരു പരിപാടിയും നമ്മളെടുത്ത് നടക്കില്ല. ഇപ്രകാരം 22 കൃഷ്ണനാൽ മനസ്സിന് ആ ധൈര്യം വീണ്ടും കിട്ടിയ എല്ലാവരും, ഗോക്കള്, പശുക്കൾക്കും കെട്ടിടം കിട്ടിയിട്ടില്ലേ? നല്ല കോൺക്രീറ്റ് കെട്ടിടം തന്നെയാണ്. പണ്ടത്തെ ഓലവാൽ ചെയ്യുന്നതല്ലേ ഇപ്പോൾ. എല്ലാം കോൺക്രീറ്റ് കൊണ്ടുള്ള പരിപാടികൾ. പശുക്കൾക്ക്, വണ്ടികൾക്കും ഉണ്ട്. വണ്ടികൾക്ക് നമ്മൾ ഇതേമാതിരി വണ്ടികൾക്കും എല്ലാം ആണ്. വണ്ടീനാടെ മഴയത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് കയറിയെന്ന് തോന്നുന്നു. വണ്ടികൾക്ക് നമ്മൾ കോൺക്രീറ്റ് കൊണ്ടിട്ടുള്ള ഇതേമാതിരി പർവ്വതം കൊണ്ട് പൊങ്കി വെച്ചിട്ടുണ്ട്. കാർ ഷെഡ് എന്ന് ഇന്ന് പറയും. വണ്ടികൾക്കും വൃത്യാദികൾക്കും എല്ലാവർക്കും. അവരെല്ലാം എന്താണ്, വലിയ തിക്കും തിരക്കൊന്നുമില്ലാതെ സുഖമായിട്ട് അതിൻ്റെ അടിയിലേക്ക് പ്രവേശിച്ചു. പീഠയെയും അപ്പം ഈ ഗോപന്മാർക്കുള്ള പീഡയെല്ലാം നീക്കിക്കൊടുത്തു. ആ ഗോപന്മാരായ ജനങ്ങൾക്ക് പീഡയെല്ലാം ഇല്ലാതാക്കി കൊടുത്തു. വിശ്രമത്തിന് വഴിയുണ്ടാക്കി കൊടുത്തിട്ട് 7 നാൾ മുഴുവൻ ആ പർവ്വതത്തെ ഭഗവാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്നു. അവർക്ക് വിശ്രമിക്കാം. നിങ്ങളെല്ലാം കിടന്നുറങ്ങിക്കോളൂ. 7 നാളെന്നാണ് പറയുന്നത്. ഉറക്കമില്ലാതെ ഉറങ്ങിട്ട് ഇങ്ങനെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കയ്യിൽ പർവ്വതവും വെച്ചുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിക്കോ. 7 ദിവസമാണ്. അപ്പം ഈശ്വരന് ഉറങ്ങാനൊന്നും പറ്റില്ല. നമ്മളെ ദൈവങ്ങളെയെല്ലാം പിടിച്ചിട്ട് മുറിയിലിട്ട് കൂട്ടിയിട്ട് ഉറക്കിയിട്ട് നമ്മളും പോയി കിടന്നുറങ്ങും. ഈ രാത്രി വല്ലവരും വന്നു കഴിഞ്ഞാൽ നമ്മളെ ആരാ രക്ഷിക്കുന്നത്? ഈശ്വരൻ ഉറങ്ങിയാലുള്ള അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കിയത്. ഈ കൃഷ്ണൻ 7 നാള് കൃഷ്ണൻ ഉറങ്ങാതെ ഇരിക്കുകയാണ്. മനുഷ്യരെല്ലാം ഉറങ്ങി. നമ്മൾ ഈ കൃഷ്ണനെ പിടിച്ചിട്ട് പൂട്ടിയിട്ടിട്ട് താക്കോലും കൊണ്ട് കിടക്കുകയാണ്. ഉറക്കിയിട്ടാണ് പോവുക. എൻ്റെ രാവിലെ എണീക്കും, മുട്ടി വിളിക്കും. 7 നാൾ മുഴുവൻ ആ പർവ്വതത്തെ ഭഗവാൻ എടുത്തു നിന്നു. സ്ഥാനത്ത് നിന്ന് അനങ്ങിയില്ല, അനങ്ങാതെയാണ് നിന്നത് ഈശ്വരൻ. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോഴും നല്ല ഉണർന്നിരിക്കുകയാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് വേദം തന്നെ പറയുന്നുണ്ട്. നമ്മളെ ഉള്ളിൽ 2 ദേവന്മാര്, ഒരു ദേവൻ, 2 പേരും ഉണ്ട്. ഉറങ്ങാതെ കണ്ണ് പോലും അടക്കാതെ നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ. ഏതു സമയം ആക്റ്റീവായിരിക്കണം. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ കാര്യം പോക്കാം. നമ്മൾ പിടിച്ചൊന്ന് ഉറക്കാതിരുന്നാൽ മതി. ഉറക്കിക്കഴിഞ്ഞാൽ പോക്കാം നമ്മളെ കാര്യം. നമ്മളെ വിചാരിച്ചാൽ ഉറങ്ങുമൊന്നുമില്ല. ഈശ്വരന് ഉറക്കാനൊന്നും മാത്രം നമ്മളൊന്നും വളർന്നിട്ടില്ല. ഈശ്വരനെ ഉറക്കാൻ നമ്മളാര്. ഇനി 24 ശ്രീകൃഷ്ണന്റെ ഈ യോഗമഹിമയെ കണ്ട് ദേവേന്ദ്രൻ വിസ്മയം പൂണ്ടു. ദേവേന്ദ്രൻ ആടി ഇരുന്നിട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അന്തപ്പെട്ടുപോയി. ഗർഭം നശിച്ച് തൻ്റെ മേഘങ്ങളെ എന്തായിരിക്കാം പിൻവലിച്ചു. ദേവേന്ദ്രൻ മണിയെ മേഘാലയം പിൻവലിച്ച് ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. ഭയങ്കരമായ കാറ്റും മഴയും ഉണ്ടായിരുന്ന ആകാശം എന്തായി? മഴക്കാറുകളെല്ലാം നീങ്ങി തെളിഞ്ഞു വന്നു. 25 പറയുകയാണ്.
അത് കണ്ട് കൃഷ്ണൻ ഗോപന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും എനിക്ക് ഇനി പുറത്തേക്ക് വരാം. 26 ഭയം കളയുക, നിങ്ങളിനി ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കാറ്റും പഴയെല്ലാം അവസാനിച്ചു. സാമാന്യേന വെള്ളമെല്ലാം നദികളിൽ താണും കഴിഞ്ഞു. വെള്ളമെല്ലാം ഉയർന്നിരുന്നല്ലോ, അതെല്ലാം താണു. 27 അതിൽ പിന്നെ ഗോപന്മാരും സ്ത്രീകളും കുട്ടികളും വയസ്സന്മാരുമെല്ലാം വണ്ടികളിൽ എല്ലാ ഗൃഹോപകരണങ്ങളെയെല്ലാം കയറ്റിയിട്ട്, കാരണം ഇതെല്ലാം ഇതിൻ്റെ അടിയിൽ കയറ്റിയിരുന്നു, ഇതെല്ലാം കയറ്റിയിട്ട് പശുക്കളെയും തെളിച്ചുകൊണ്ട് സാവധാനം പുറപ്പെട്ടു. ഇപ്പം മഴയെല്ലാം പോയാൽ ഇതിൻ്റെ പുറത്തുനിന്ന് വന്നു, എല്ലാവരും അവരവരുടെ വണ്ടി കയറി പശുക്കളെയെല്ലാം തെളിച്ചുകൊണ്ട് അവരവരുടെ സാവധാനം പുറപ്പെട്ടു. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എല്ലാം കഴിവുള്ള കൃഷ്ണൻ പർവ്വതത്തെ സാവധാനത്തിൽ താത്തിയിട്ട് അവിടെ തന്നെ വെച്ചു. എവിടെ നിന്നാണോ പൊക്കിയത് അവിടെ തന്നെ വെച്ചു. അത് കഥയിൽ പിന്നെ അങ്ങനെ പറയാൻ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം വരില്ല, കഥ പൂർത്തിയാക്കണമല്ലോ. അതുകൊണ്ട് അതിനെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പൂർവസ്ഥിതിയെ പ്രാപിച്ചു. 29 ശ്രീകൃഷ്ണനെ പ്രേമാവേശത്താൽ, അപ്പോൾ അവർക്കെല്ലാം കൃഷ്ണനോട് വലിയ പ്രേമം തോന്നി, ഗോപന്മാർ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ഗോപികമാരാകട്ടെ തൈര്, ജലം, മറ്റേ അക്ഷതം എന്നിവയാൽ പൂജിച്ചു. ഗോപികമാരെല്ലാം അത് കൊടുത്തു. പിന്നെയോ യശോദയ, രോഹിണി, നന്ദഗോപർ, ബലരാമൻ എന്നിവർ എല്ലാം കൃഷ്ണനെ ആശ്ലേഷിച്ചു. 31 ആകാശത്തിലെ ഇതെല്ലാം കാണുമ്പോൾ പിന്നെ ദേവന്മാർ അവിടെ ഇരുന്നിട്ട് പുഷ്പം, അവന്മാർക്ക് ജോലി എന്ന് പറഞ്ഞാൽ എപ്പോഴും പുഷ്പം ഇട്ട് കൊടുക്കലാണ്. ഇതെല്ലാം നടക്കുമ്പോൾ ആകെയുള്ള ജോലി അതാണ്. അപ്പോൾ ഇരുന്നിട്ട് ദേവന്മാർ, സാധ്യന്മാർ, പിന്നെന്താണ് അങ്ങനെ കുറേ ഗന്ധർവന്മാർ എന്നെല്ലാം പറഞ്ഞ് ചാരണന്മാർ, ഇവരെല്ലാം എന്ത് ചെയ്തു, അവിടെ നിന്ന് സ്തോത്രം ചൊല്ലുകയും പുഷ്പങ്ങൾ വർഷിക്കുകയും ചെയ്തു. ദേവകൾ ശംഖനാദം മുഴക്കി, അവരെല്ലാം പിന്നെ. ഗന്ധർവന്മാർ തുമ്പുരു വീട്ടി. പിന്നെ അവർ 33 അവർ ബലരാമനോടുകൂടി ഗോകുലത്തിലേക്ക് പോയി. അപ്പോഴേ ഇതെല്ലാം അറിഞ്ഞിട്ട് ഇവിടെ വന്ന ആൾക്കാരല്ലാതെ വേറെ എല്ലാം ഗോപികമാരെല്ലാം, അപ്പോൾ ഗോപികമാര് ശ്രീകൃഷ്ണന്റെ അത്ഭുത കൃത്യങ്ങളെല്ലാം പുകഴ്ത്തിക്കൊണ്ട് ഗോകുലത്തിലേക്ക് വന്നു. അതോടുകൂടി ആ അധ്യായം തീരുകയാണ്.